നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും പബ്ലിക് പൾസിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫീഡുകളിൽ ഒരുപക്ഷെ വന്ന് നിറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു വാർത്തയും ട്രോളുകളുമൊക്കെ ആയിരിക്കും ഈ നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ടത്. അത് കുന്തിരിക്കം ഭജൻസ് എന്നൊക്കെയുള്ള ട്രോളുകൾ വരുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾ അവരുടെ ഒരു പ്രവൃത്തിയെ വലിയ രീതിയിൽ എതിർക്കുന്നുണ്ട്, എന്നാൽ മറുവിഭാഗം ആ രീതിയിൽ തന്നെ അവരെ പിന്തുണയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഏത് വിഷയത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത്, എന്താണ് അതിന് കാരണമായിരിക്കുന്ന സംഭവം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് പറഞ്ഞ് അറിയിക്കേണ്ടത് ഇല്ല എന്ന് കരുതുന്നു. എന്തായാലും ഇന്ന് പബ്ലിക് പൾസ് ചർച്ച ചെയ്യുന്നത് നന്ദഗോവിന്ദം ഭജൻസ് ഈ പരമോന്നത ദേവനഹു എന്ന് പറയുന്ന ക്രിസ്ത്യൻ പാട്ട് ഒരു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണമൊക്കെയായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ചടങ്ങിൽ പാടിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ള പ്രതികരണം. അതെ, അവർ പാടിയതിൽ അതങ്ങനെ എടുത്തു പറയണം. അവർ പാടിയതിലെ ഭജൻസിലെ ഒരു പാട്ട് ഇതായിരുന്നു. അവർ എന്തുകൊണ്ടാണ് അങ്ങനെ പാടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ വ്യക്തമായി ആദ്യമേ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് പബ്ലിക് പൾസ് സാധാരണ ഞങ്ങൾ ആളുകളുടെ വളരെ കോമൺ ആയിട്ടുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ എടുത്ത് പോവുകയാണ്. എന്നാൽ ഇതൊരു പ്രത്യേക വിഷയമായതുകൊണ്ട് തന്നെ ഈ സംഗീത മേഖലയിലും എഴുത്തിലുമൊക്കെ പരിചയമുള്ള ആളുകളുടെ കൂടെ പ്രതികരണങ്ങൾ പ്രത്യേകമായി ഇതിനു വേണ്ടി തേടിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി തയ്യാറാക്കുന്നത്. ആദ്യമായി നമുക്ക് ഈ വിഷയത്തിലൊരു പ്രതികരണം കേൾക്കാമെന്ന് തോന്നുന്നു. സംഗീത സംവിധായകനും ഗായകനും സംഗീത അധ്യാപകനുമൊക്കെയായ സതീഷ് രാമചന്ദ്രൻ്റെ പ്രതികരണമാണ് ഈ വിഷയത്തിൽ ആദ്യമായി നമ്മൾ കേൾക്കുന്നത്. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഈ വിവാദത്തിൻ്റെ കുറേ വാർത്തകൾ വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഒരു വളരെ എന്താ പറയുക, നമ്മുടെ ഒരു അന്തരീക്ഷത്തെ മലിനമാക്കുന്ന ഒരു 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 സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു കാലത്ത് ദാസാർ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാലും നമ്മൾ ഒരു ഹിന്ദു ആണോ ക്രിസ്ത്യൻ പാട്ട് പാടുന്നത്, ക്രിസ്ത്യൻ പാട്ട് ആരാണ് പാടിയത്, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ പാട്ട് ക്രിസ്ത്യനാണോ പാടുന്നതെന്ന് വേർതിരിവില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നന്ദഗോവിന്ദം ഭജൻസ് ഒരു ഭജൻസ് ഗ്രൂപ്പ്, എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ തന്നെ ഇത്രത്തോളം എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഗ്രൂപ്പ് ഉണ്ടായിട്ടില്ല. അതും വളരെ പെട്ടെന്നാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ 25 വർഷമായിട്ട് അവർ പാടുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ കൂടുതൽ പോപ്പുലാരിറ്റിയിലേക്ക് എത്തിയത് ഈ കഴിഞ്ഞ ഒരു വർഷങ്ങൾക്കിടയിലാണ്. ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വേടൻ്റെ പാട്ടായാലും അതിനുശേഷം നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഗ്രൂപ്പായാലും. പക്ഷേ അതിന് അതിർവരമ്പുകൾ പ്രഖ്യാപിക്കുന്ന ആരാണെന്നുള്ളതാണ് ചോദ്യം. കാരണം ഇവിടെയെല്ലാം ഈ മതം എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ചർച്ചകളിലേക്ക് വരുന്നു എന്നുള്ളത് നമ്മളെ സാധാരണ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. അവരെന്ത് പാടണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യമാണ്. ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ ഫ്രീഡം എന്ന് പറയുന്നത് അതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം നമുക്ക് എന്ത് പാടാം, അത് ഏത് പ്രൊമൈസിൽ ആവണം, എവിടെ വരെ ആകണം എന്നൊക്കെ തീരുമാനിക്കേണ്ടതും അവർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് വലിയൊരു ചർച്ച ആയി മാറുന്നു എന്ന് പറയുന്നത് കലാകാരന്മാരെ സംബന്ധിച്ചോളം ഒരു അമ്പല കോമ്പൗണ്ടിൽ ഇനി എന്ത് പാടണം എന്നുള്ള ഒരു ചിന്തയും ഭീതിയൊക്കെ മറ്റുള്ളവരിലേക്കും പകരുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചോളം അവർക്ക് അത് പാടാം, പക്ഷേ ഒരു ക്രിസ്ത്യൻ പള്ളിക്കുള്ളിൽ ഒരു ഹിന്ദു ഭക്തിഗാനം പാടാമോ എന്നുള്ള ചർച്ചയില്ല. അതിൽ നമ്മുടെ അമ്പലം എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിൽ ക്രിസ്ത്യൻ ഭക്തിഗാനം പാടാമെന്നുള്ള ചർച്ചയിലേക്ക് ഇപ്പം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ അവർ അതിന് കൃത്യമായൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് അവർ ആ സ്ഥലത്ത് അവർ പാടാനുള്ള കാരണം അവർ ഇത്രയും ദിവസം പാടിയത് ഹിന്ദു ഭക്തിഗാനം മാത്രമാണ്. അപ്പോൾ നമ്മൾ അവരെ വളരെ ഭംഗിയായിട്ട് സപ്പോർട്ട് ചെയ്യുകയും പിന്നീട് ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനം അവർക്ക് ബന്ധമുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഒരു സ്ഥലത്ത് അവരത് പാടിയതാണ്. അവരത് എന്തുകൊണ്ട് പാടുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് പാടിയത്. പക്ഷേ അവിടെ പ്രശ്നം അവർ പാടിക്കഴിഞ്ഞത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം കൊണ്ടുണ്ട്. അതിനുശേഷം പിന്നീട് അത് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നു, കുറേ ആൾക്കാരെ ചേരിതിരിഞ്ഞ് അതിനെപ്പറ്റി ചർച്ചകൾ നടത്തുന്നു. അതിനെയാണ് ഞാൻ വളരെ അപകടകരം എന്ന് പറഞ്ഞത്. കാരണം അതവർ പാടിക്കഴിഞ്ഞു പോയി. കുറേ പേര് അവിടെ കേട്ടവർക്കൊന്നും ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കൂട്ടത്തിൽ ഒരു 40 പാട്ട് അവർ പാടുന്നെങ്കിൽ അതിലൊരു പാട്ട് അവർ മറ്റൊരു മതത്തിൻ്റെ പാട്ട് പാടി എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ പ്രധാന വിഷയം എന്ന് പറയുന്നത് കലാകാരന്മാർക്ക് അങ്ങനെ അതിർവരമ്പുകൾ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ അതിർവരമ്പുകൾ തീരുമാനിക്കുന്ന ആരാണെന്നുള്ളതാണ്. അത് മതമാണോ എന്നുള്ളതാണ്. അപ്പോൾ അത് ആ ഒരു സംഭവത്തോട് എനിക്ക് തീർച്ചയായിട്ടും വിയോജിപ്പാണുള്ളത്. കാരണം ഇപ്പം ഞാൻ തന്നെ എനിക്ക് ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഒരു പ്രാമുഖ്യമില്ലെങ്കിലും അല്ലെങ്കിൽ താല്പര്യമില്ലെങ്കിലും ഞാൻ ചിലപ്പം അവരുടെ ഗാനങ്ങൾ എനിക്കൊരു കലാകാരൻ എന്നുള്ള നിലയിൽ അവരൊന്ന് പാടാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പാടേണ്ടി വരും, അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പ് പാടേണ്ടി വരും.
അപ്പോൾ അവിടെ എൻ്റെ രാഷ്ട്രീയം ഇതാണോ? അടുത്ത ദിവസം ഞാൻ മോദി പ്രധാനമന്ത്രിയാകുമ്പോൾ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടാൽ ഉടനെ നീ സംഖ്യയാണോ, നീ കലാകാരൻ. അപ്പോൾ കലാകാരനെ രാഷ്ട്രീയം പാടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഒരു കലാകാരന് തീർച്ചയായിട്ടും അവരുടേതായ രാഷ്ട്രീയ ചിന്തകളും അവർക്കുള്ള ചിന്താധാരകൾ എന്തായാലും ശക്തമായിട്ടുണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ പലരും സൈലൻ്റായിട്ടായിരിക്കും അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്മേലൊക്കെയുള്ള ഒരുപക്ഷെ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ കാഴ്ചപ്പാടേ ഇതായിരിക്കത്തില്ല. പക്ഷേ അവരെ പറഞ്ഞ് മറ്റൊന്നാക്കി മാറ്റുന്ന ഒരു ചർച്ച ഈ സമൂഹത്തിൽ പടർന്നു പിടിക്കുന്നത് എനിക്കതൊരു നല്ല ആശാസ്യമായ കാര്യമായിട്ട് തോന്നില്ല. അവരിനിയും പാടട്ടെ. അതെ, അദ്ദേഹം പറഞ്ഞതുപോലെ അവരെ പറഞ്ഞ് ചില ആളുകളുടെ മാത്രമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റുന്നതിൽ അത് അത്ര ഗുണകരമായി വരുമെന്ന് തോന്നുന്നില്ല. അവരിനിയും പാടട്ടെ എന്നാണ്. വിശദമായിട്ട് തന്നെയാണ് അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു പാട്ട് പാടാൻ, അല്ലെങ്കിൽ ആ പാട്ട് തന്നെ പാടാൻ, ഈ ക്രിസ്ത്യൻ പാട്ടുകൾ എന്ന് പറയുമ്പോൾ എത്രയോ ക്രിസ്ത്യൻ പാട്ടുകളുണ്ട്. ഇപ്പോൾ ഈ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണെന്ന് തോന്നുന്നു, ഇസ്രായേലിൻ നാഥനായി എന്ന് പറയുന്ന പാട്ടൊക്കെ എല്ലാവർക്കും അറിയാം. അതുപോലെ ഈ ഒരു പാട്ട് തന്നെ പാടാനുള്ള കാരണം എന്താണ് എന്നൊക്കെയുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതും ആ പ്രത്യേക സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അവരങ്ങനെ പാടിയത്. ഈ ഭജനയുടെയൊക്കെ രീതിയിൽ പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ് അത് എന്നുള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ അവർ ആ പാട്ട് തന്നെ തിരഞ്ഞെടുത്തത്. സത്യത്തിൽ ഈ പലർക്കും അറിയില്ല ഈ പാട്ട് ഒരു ക്രിസ്ത്യൻ പാട്ടാണ് എന്ന്. ഒരു പക്ഷേ ഈ റീൽസിലൊക്കെ വളരെ പെട്ടെന്ന് ഇങ്ങനെ വന്ന് പോകുമ്പോൾ തന്നെ ഈ പരദേവന ഹോ നമുക്ക് എന്ന് പറയുന്ന പാട്ട് ഒരു ക്രിസ്ത്യൻ പാട്ടാണ് എന്ന് പെട്ടെന്ന് നമുക്ക് ആളുകൾക്ക് തന്നെ ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും റീലുകളുടെ അടിയിൽ പോയിട്ട് ചിലർ കമൻറ്റ് ചെയ്യാറുണ്ട്, ഇതൊരു ക്രിസ്ത്യൻ പാട്ടാണെന്നുള്ളത് എത്ര പേർക്കറിയാം, അറിയാവുന്നവർ ഇവിടെ വന്ന് ലൈക്ക് അടിച്ച് പൊട്ടിക്കൂ എന്നൊക്കെ പറയുന്ന കമൻറ്റുകൾ ഞാൻ എന്തായാലും കണ്ടിട്ടുണ്ട്. വിശദമായിട്ട് തന്നെ ഈ സതീഷ് രാമചന്ദ്രൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഒരു പ്രതികരണം നമുക്ക് കേൾക്കാം. അമ്പലത്തിനകത്ത് വെച്ച് പാടിയ പാട്ടായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു അത് വിവാദമായത്. അപ്പോൾ അത് കമ്മിറ്റിക്കാരുടെ തീരുമാനം, അല്ലെങ്കിൽ ഇത് ഓർഗനൈസ് ചെയ്തത് ആരാണോ അവരുടെ തീരുമാനം എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അത് ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇത്രയും വളർന്നൊരു സമൂഹത്തിൽ അമ്പലത്തിനകത്ത് വെച്ച്, അതാണ് ഞാൻ പറഞ്ഞത്, അമ്പലത്തിനകത്ത് വെച്ച് നടത്തിയത് കൊണ്ടാണ് ഇവർ ഇത് ഓർഗനൈസ് ചെയ്തത് ആരാണോ അവരുടെ ഒരു നിർദ്ദേശം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അവരുടെ ഒരു താല്പര്യത്തിന് അവർ ഈ പറഞ്ഞ പ്രത്യേക സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട അവർക്കുള്ളൊരു അടുപ്പമൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് അവർ ആ പാട്ട് പാടിയത്. മുമ്പും ഈ പറഞ്ഞ പോലെ ചില വിഷയങ്ങളുണ്ട്. മാർക്കോസ് ഇസ്രായേലിൻ നാഥനായി പാടിയപ്പം അതിനെ വിമർശനം ഉയർത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ ഭജൻസ് എന്നതുകൊണ്ടാണ് ഇപ്പോൾ ആചാര്യന്മാർ പറയുന്നത് ഞാൻ കേട്ടതാണ്, പല ചർച്ചകളിലും കാര്യങ്ങളിലും കേട്ടത്. ഈ ഭജൻസ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക നിഷ്ഠയും സ്വഭാവവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാവണം ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് വന്നത് എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ സംഗീതത്തിന് മതത്തിൻ്റെയോ ജാതിയുടെയോ ഒന്നും വേലിക്കെട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. മുമ്പും ഈ പള്ളികളിലൊക്കെ നടത്തുന്ന ഗാനമേളകളിൽ ഹിന്ദു പാട്ടുകൾ പാടാറുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഗാനമേളക്കാർ തുടങ്ങുമ്പോൾ തന്നെ ഗണപതിയെ വന്ദിച്ചുകൊണ്ടൊക്കെ ഉള്ള പാട്ടായിരിക്കും പാടുന്നത്. പള്ളിയിലാണെങ്കിലും അമ്പലത്തിലാണ്. അതെ അങ്ങനെ തന്നെയാണ്. അത് പള്ളിയിലായാലും അമ്പലത്തിലായാലും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഭജൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകത അതൊരു ഗാനമേള ആയിരുന്നുവെങ്കിൽ ഈ പറഞ്ഞതിൽ ശരിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമല്ല, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത് സംഗീതത്തിന് മതത്തിൻ്റെയോ ജാതിയുടെയോ വേലിക്കെട്ടില്ല എന്നുള്ളത് തന്നെയാണ്. വിമർശനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊന്നൊരു ചർച്ചയാക്കേണ്ട ഒരിക്കലുമില്ല. വിമർശനാത്മകമായൊരു കാര്യം അല്ലത്. അതാണ്, ആ സംഗീതത്തിന് അങ്ങനെ ഒരു ജാതിയോ മതമോ ദൈവമോ അങ്ങനെ ഒന്നുമില്ല. അത് ആസ്വദിക്കാനുള്ളതാണ്. അത് ആര് പാടിയാലും അത് ആസ്വദിക്കാന്നുള്ളത് തന്നെയാണ്. ഈ ഭജൻസ് പാടിയത് തന്നെ ഈ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അവർ ആ പരിപാടി അവതരിപ്പിക്കാൻ ഗ്രൗണ്ട് വിട്ട് നൽകിയ അവർക്കുള്ള ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിലാണ് അവർ ആ ഗാനം ആലപിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് പറയുമ്പോൾ തന്നെ ആ വേദിയിലൊക്കെ വലിയ ആളുകളൊക്കെ കയ്യടിയോടെയാണ് അത് സ്വീകരിക്കുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രതികരണത്തിൽ പറഞ്ഞതുപോലെ ഇത് ആ സമയത്ത് ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കമൻറ്റിൻ്റെ അടിയിൽ ഈ കമൻ്റായിട്ട് പറയും, ഇത് കണ്ടിട്ടുള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഭിപ്രായമുള്ളവർ ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ ഇവിടെ പോസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നതിലൂടെയാണ് ഇത് കുറച്ചുകൂടി പ്രശ്നമായതെന്ന് തോന്നുന്നു. അതെ, എന്തായാലും ഈ അദ്ദേഹം ആ ചെറുപ്പക്കാരൻ നന്ദഗോവിന്ദ ഭജൻസിൻ്റെ നേതാവായിട്ടുള്ള ആൾ കൃത്യമായി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ്. പിന്നീട് അവരൊരു വിശദീകരണം ഇറക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നമുക്ക് മറ്റൊരു പ്രതികരണം കൂടെ കാണാം.
ആ പേര് തന്നെ നന്ദഗോവിന്ദം ഭജനാണ്, കൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഓരോ ഹിന്ദുവിൻ്റെയും, അതായത് ഹാർഡ് കോർ ഹിന്ദു സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു ഹൈന്ദവ വിശ്വാസവുമായി വളരെ അടുത്ത് നിന്ന ഒരാൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് അവർ പാടുന്നത് എല്ലാ പാട്ടുകളും ഹൈന്ദവ പാട്ടുകൾ എന്ന് ആയിരിക്കും. വാസ്തവത്തിൽ കഴിഞ്ഞ ആഴ്ച വിഷുവോട് ബന്ധപ്പെട്ട് കോട്ടയത്ത് വെമ്പിക്കുളങ്ങര ഒരു കൃഷ്ണക്ഷേത്രത്തിൽ നടന്ന ഭജനിൽ അവർ ക്ഷേത്രത്തിന് വെളിയിലാണ് പാടിയതെന്ന് പറയുന്നത്. അവിടെ പാട്ട് പാടുകയും ആ പാട്ടിൻ്റെ ഇടയിൽ അവർ അറിഞ്ഞുകൊണ്ടല്ല അത് ചെയ്തേക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അവരൊരു ക്രിസ്ത്യൻ പാട്ട് പാടുകയും അതോടനുബന്ധിച്ച് 2 ഗ്രൂപ്പുകളായി മാറുകയും ചെയ്തു. അപ്പോൾ ഒരു ഭാഗത്ത് കേരളത്തിൻ്റെ സാമൂഹ്യ മത സൗഹാർദ്ദവും മറ്റൊരു ഭാഗത്ത് വിശ്വാസത്തിൻ്റെ അതിരുകളും. അപ്പോൾ വിശ്വാസത്തിൻ്റെ അതിരുകൾ ആരെങ്കിലും ഭേദിച്ചോ എന്നുള്ളതും മറ്റൊരു തരത്തിൽ സാമൂഹിക സൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് പാടിയതെന്നും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളും ഉള്ള രീതിയിൽ ഇതൊരു ചർച്ചയായി മാറി. പക്ഷേ വാസ്തവത്തിൽ ഈ ചർച്ചകൾ കൊണ്ടൊന്നും കേരളത്തിന് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അവർ പാട്ടുപാടി കേരളത്തിൽ ഒരാഴ്ച കഴിഞ്ഞു, കേരളത്തിൽ അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്, എല്ലാം നിൽക്കുന്നുണ്ട്, ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ഞാനൊരു തികഞ്ഞ ഹൈന്ദവ വിശ്വാസിയാണ്, ഇതിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയാണ്, അതിനെ സ്നേഹിക്കുന്നത്. അതോടൊപ്പം മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതുമുണ്ട്. വാസ്തവത്തിൽ എല്ലാവർക്കും ഒരു ലക്ഷ്മണരേഖയുണ്ട്. ആ ലക്ഷ്മണരേഖ കടന്നുപോയി എന്നുള്ളതാണ് സംസാരിച്ചത്. പിന്നെ കുട്ടികളാണ്, അവർക്കിത് പറ്റി എന്ന് ചിന്തിച്ചാലും തെറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ മറുപുറം ചോദിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ മക്കയിൽ പോയിട്ട് ശ്രീകൃഷ്ണൻ്റെ പാട്ട് പാടാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ്. അതും ഒരു അപകടം പിടിച്ച ചോദ്യമാണ്. അതുപോലെ ചെന്ന് ചോദിക്കാണ് മലയാറ്റിൽ ചെന്നിട്ട് കൃഷ്ണ നീ ബേഗനെ ബാരോ എന്ന് പാടിയാൽ എങ്ങനെയിരിക്കുമെന്ന് പള്ളിയിൽ ചെന്ന്. അപ്പോൾ ഇത് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ എപ്പോൾ ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം എന്ന് നാം ചിന്തിക്കണം. എല്ലാവർക്കും, ഞാനുൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു ലക്ഷ്മണരേഖയുണ്ട്. ഇതിലാകെ കാണുന്നത് അതിന് ദേവസ്വം കമ്മിറ്റിക്കാർ പറഞ്ഞത് അവർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് സഹകരിച്ചിരുന്നു, പാർക്കിംഗ് സ്പേസ് അനുവദിച്ചിരുന്നു എന്നുള്ളതും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു സന്തോഷം നൽകാനാണ് ഇത് പാടിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാളുകൾക്ക് സന്തോഷം നൽകാൻ പാടിയപ്പോൾ മറ്റുള്ളവർക്ക് അത് ദുഃഖമായി മാറി എന്നുള്ളതും വളരെ ദുഃഖകരമാണ്. എന്തായാലും BJPയുടെയും RSSൻ്റെയും ഒക്കെ നേതാവായ CG രാജഗോപാലിൻ്റെ പ്രതികരണമാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. സാധാരണ പിന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്ന പ്രതികരണങ്ങൾ പോലെയല്ല. അദ്ദേഹം കുറച്ചുകൂടെ വളരെ എന്താ പറയുന്നത് ഒതുക്കി വളരെ ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിക്കുന്നത് ശ്രദ്ധിക്കുന്നത് നന്നാണെന്ന് തോന്നുന്നു. കാരണം മലയാറ്റൂരി എന്നിട്ട് കൃഷ്ണൻ്റെ പാട്ട് പാടുമോ, മക്കയിൽ പോയി ഒരു ഹിന്ദു പാട്ട് പാടുമോ, അത്തരം ചർച്ചകളുടെയും ആവശ്യമില്ല എന്നും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല എന്തുകൊണ്ടാണ് അവർ ആ പാട്ട് പാടിയത് എന്ന് പറയുന്നു. അതുമാത്രമല്ല ഒരു കുട്ടികളല്ലേ എന്നും അദ്ദേഹം കൂട്ടി ചേർക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിലൊരു ചൂടേറിയ ചർച്ചകൾക്കൊക്കെ തുടക്കം കുറിച്ചത് ശശികല ടീച്ചർ ആണ് എന്ന് തോന്നുന്നു. ഹിന്ദു ഐക്യവേദിയുടെ പായസത്തിനകത്ത് ചിക്കൻ മസാല ഇടരുത് എന്ന് പറയുന്ന ഒരു പ്രതികരണത്തോടുകൂടിയാണ് അങ്ങനെ ഒരു ചൂടേറിയ ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്. അതായത് നമുക്കൊരു പ്രതികരണം കൂടെ കേട്ടിട്ട് തിരിച്ചു വരാം. പൊതുവിൽ അങ്ങനെ പാടുന്നത് കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഇത് പിന്നെ ഭജൻസ് ആവുന്നതുകൊണ്ടായിരിക്കും ഒരു വിമർശനം ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു. പൊതുവിൽ അവർ ചെയ്യുന്ന കാര്യം തന്നെയാണ്ട് വലിയ കാര്യമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ടാണെങ്കിൽ തോന്നിയിട്ടില്ല. ഭജൻസ് എന്ന് വെച്ചാൽ അതിൽ അവരുടെ ക്രെഡിറ്റ് എന്താണെന്ന് അറിയില്ല. ആരോ ചെയ്ത്, ആരോ പണം മുടക്കി, ആരോ നിർമ്മിച്ച്, ആരോ എല്ലാം പണം മുടക്കി ചെയ്ത കാര്യങ്ങളാണ് അവർ ഇപ്പോൾ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരോടും എനിക്ക് വിയോജിപ്പില്ല. പക്ഷെ വേറൊരു ഭക്തിഗാനം പാടിയതുകൊണ്ട് അതൊരു മോശം കാര്യമാണെന്നും തോന്നുന്നില്ല. അതായത് ഈ പറഞ്ഞ പോലെ പള്ളികളിൽ ഗാനമേളയൊക്കെ നടക്കുമ്പോൾ ഹിന്ദു പാട്ടുകളൊക്കെ പാടാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പാടാറുണ്ട്. ഞാൻ ഇടുക്കിയാണ് സ്വന്തം സ്ഥലം, ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നു. അവിടെയൊക്കെ അങ്ങനെ പാടാറുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു പുതിയ കാര്യമായിട്ട് തോന്നാത്തത്. അവിടെയൊക്കെ എല്ലാ ആളുകളുടെയും പാടിയിട്ടാണ് അവർ തുടങ്ങുന്നത്. അതാണ് അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലായിടത്തും ഇതുപോലെ ഭജനാണെങ്കിൽ പോലും എല്ലാ ദൈവങ്ങളെയും വെച്ചുകൊണ്ടുള്ള പാട്ടുകളൊക്കെ പാടുന്നതാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു വിമർശനത്തിൻ്റെ ഒന്നും കാര്യമില്ല. പ്രത്യേകിച്ച് ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ചായിട്ടാണ് ഇവർക്ക് ഇത്രയും വലിയൊരു ഫാൻ ബേസ് ഉള്ളത്. എവിടെ പരിപാടി അവതരിപ്പിക്കുമ്പോൾ അവിടെയൊക്കെ നിറഞ്ഞ സദസ്സാണ് അവർക്കുള്ളത്. അത് അത്രയും വലിയൊരു ഈ പറഞ്ഞതുപോലെ ഈ പാട്ട് പാടുന്നതിൻ്റെ ആയിരിക്കും, ഇവർ സെലക്ട് ചെയ്യുന്ന ഈ പാട്ടുകളുടെയും കൂടി ഒരു പ്രത്യേകതയായിരിക്കും. എല്ലാവരും കൂടി ഇരുന്ന് പാടുമ്പോൾ തന്നെ അത് നമുക്ക് ഈ റീൽസിലാണെങ്കിലും ഒക്കെ കാണുന്നതാണ്.
ഒരു പോസിറ്റീവ് അതെ വൈബാണ്. അതെ, ഒരുപാട് ഫാൻ ബേസ് ഉള്ളൊരു ടീമാണ് ഇവർ. എന്നാൽ ഇവർ കുറേ വർഷമായി തന്നെ ഇതിൽ ഫീൽഡിലുള്ളവരാണ്. പക്ഷേ ഇപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു കടന്നുകയറ്റത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഇത്രയും ഒരു ഫേമസ് ആവുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂടി ഒരു പ്രശ്നമായിരിക്കും. ഈ പറഞ്ഞതുപോലെ ഒരു പാട്ട് പാടിയെന്ന് വെച്ചാൽ ആ സമയത്ത് അവർക്ക് ആർക്കും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പിന്നീട് ഈ റീൽസും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വന്നാണ് ഈ കമൻറ്റിലൂടെയും ഒക്കെ ആരെങ്കിലും ഒരാൾ ഇട്ട് കൊടുക്കുമ്പോഴാണല്ലോ ഇത് ബാക്കിയുള്ളവരുടെ മനസ്സിലേക്കും കൂടെ ഇങ്ങനെയും ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ വരുന്നത്. എന്തായാലും നമുക്കിനി ഒരു പ്രതികരണം കൂടെ കേൾക്കാം. കവിയും ചിത്രകാരനുമൊക്കെയായ സനോജ് നടയിൽ, അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഞങ്ങൾ ഈ വിഷയത്തിൽ ആരാഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് പോകാം. നന്ദഗോവിന്ദം ഭജൻസ് ഒരു ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഗാനം ആലപിച്ചു, അതാണല്ലോ വിഷയം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി KP ശശികല ഒരു അഭിപ്രായം പറഞ്ഞു. ചിക്കൻ മസാല വളരെ നല്ലതാണ് എന്ന് കരുതി അത് പായസത്തിലിടരുതെന്ന്. എനിക്ക് KP ശശികലയോട് പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിലുള്ള വിഷം നിങ്ങൾക്ക് വളരെ നല്ലതാണ്. നിങ്ങളുള്ള വിഷം എന്ന് പറഞ്ഞാൽ വർഗീയ വിഷം നിങ്ങൾക്ക് വളരെ നല്ലതാണെന്ന് കരുതി അത് കേരളത്തിലിടാൻ ശ്രമിക്കരുത്. അത് കേരളത്തിൽ വില പോകില്ല. ഈ ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിപ്പേരവകാശം നിങ്ങൾക്കോ BJPക്കോ സംഘപരിവാറിനോ ആരിലും തീരെഴുതി കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഹിന്ദു എന്ന് പറയുന്നത് വലിയ ഒരു സംസ്കാരമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അതിവിശാലമായൊരു സംസ്കാരമാണ്. ഞാൻ ഇപ്പം ക്ഷേത്രത്തിൽ കളമെഴുതുന്ന ഒരാളാണ്, ഭാഗവത പാരായണം ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കഴുത്തിൽ എപ്പോഴും ഒരു കൊന്തമാല കാണും. ഇപ്പോൾ കൊന്തമാല പൊട്ടിപ്പോയതുകൊണ്ടാണ് പുതിയത് ഞാൻ വാങ്ങിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ എനിക്ക് തരും. ഈ പറയുന്ന പോലെ വത്തിക്കാനിൽ വരെ കൊന്തമാല ഞാൻ കഴുത്തിലഞ്ഞ് നടക്കുമായിരുന്നു. അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കൊന്തമാല ഇട്ടുകൊണ്ട്, ഉടുപ്പൂരി കൊന്തമാല ഇട്ടുകൊണ്ട്, പിന്നെ നമ്മൾ മുണ്ട് ഉടുത്താണ് ഈ കളമെഴുതുന്നത്. അത് കണ്ടിട്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു ഹിന്ദുക്കൾക്കും അത് കണ്ടിട്ട് വിഷമം തോന്നിയിട്ടില്ല. അത് കണ്ടിട്ട് ഒരു ഹിന്ദുക്കളും അത് അരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും എല്ലാവരും ഉത്സവങ്ങൾക്കായാലും എല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മളെല്ലാം ഏറെ സ്നേഹിക്കുന്ന പന്തളം ബാലൻ ചേട്ടൻ, ഗായകൻ, അദ്ദേഹം പറയുകയാണ്, നന്ദഗോവിന്ദം ഭജൻസിൻ്റെ നിറം വെളുത്തയായതുകൊണ്ടാണ് അവർക്ക് ആ പ്രിവിലേജ് കിട്ടുന്നതെന്ന്. ഒരു കാലഘട്ടത്തിൽ പന്തളം ബാലൻ്റെ ഗാനമേള നേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഓടിക്കൂടും. ആ ഉത്സവപ്പറമ്പ് ജനസാഗരമാകുമായിരുന്നു. അത്രത്തോളം പേരെടുത്തൊരു ഗായകനാണ്. ആ ഒരു അഭിപ്രായം ഇപ്പോൾ പറയുന്നത് ആലോചിക്കണം. എന്തിനാണ് നിങ്ങൾ ഈ പറയുന്ന നിറത്തിൻ്റെ പേരും ജാതിയുടെ പേരും വലിച്ചഴിക്കുന്ന കലയിലേക്ക് നിങ്ങളെല്ലാവരും സ്നേഹിച്ചിട്ടല്ലേ? ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതിലെ തെറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറയുന്ന പോലെ കലാമണിച്ചട്ടൻ കറുത്തയല്ലേ? ദേവരായ മാഷ് കറുത്തയല്ലേ? AR റഹ്മാൻ കറുത്തയല്ലേ? എന്തിനാ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വേടൻ കറുത്തയല്ലേ? എല്ലാവരും നെഞ്ചിലേറ്റില്ലെന്നില്ലേ? അത് വളരെ മോശമായിപ്പോയി. ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല. എനിക്ക് തോന്നുന്നു ഈ സനോജിൻ്റെ പ്രതികരണത്തെ മൊത്തത്തിൽ രണ്ടായിട്ട് തിരിക്കാമെന്ന് തോന്നുന്നു. ഇതിൽ ആദ്യത്തെ ഒരു പ്രതികരണം അദ്ദേഹം ഈ ശശികല ടീച്ചറുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് പറഞ്ഞത്. അത് നമ്മൾ ഇതിനു മുമ്പ് തന്നെ പറയുകയും ചെയ്തിരുന്നു. സത്യത്തിൽ ഇത് ഇത്രയും ഒരു വിവാദമാകാനും ഇത്തരം ചർച്ചകളൊക്കെ ഉയരാനുമുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചത് സത്യത്തിൽ ശശികല ടീച്ചറാണെന്ന് പറയേണ്ടി വരും. ശശികല ടീച്ചറിൻ്റെ ആ പ്രതികരണം വന്നു, അതേ തുടർന്ന് പ്രതികരണങ്ങൾ വീണ്ടും വന്നു. അന്നേരം പിന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിൽ ആളുകൾ പള്ളിയിലും മറ്റും നടക്കുന്ന പരിപാടികളിൽ ഈ പിന്നെ ഹിന്ദു ഭക്തിഗാനങ്ങൾ പാടുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഗണപതിയുമായി ബന്ധപ്പെട്ട പാട്ടൊക്കെ പാടിയായിരിക്കും പല ഗാനമേള സംഘങ്ങളും അവരുടെ പരിപാടി തന്നെ തുടങ്ങുന്നത്. അതെ, അത് പള്ളിയിലോ അമ്പലമോ എന്നൊന്നും വ്യത്യാസമില്ലാതെ തന്നെ ആളുകൾ ഇത് ചെയ്യാറുണ്ട്. അതുപോലെ ഈ നമ്മുടെ ഞാൻ ഓർക്കുന്നത് KG മർക്കോസ് ഒരു ക്ഷേത്രത്തിൻ്റെ പരിപാടിയിലാണെന്ന് തോന്നുന്നു. പോകുമ്പോൾ അവിടുന്ന് ആളുകൾ ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം ഇസ്രായേലിൻ നാഥനായി, ആ പാട്ട് അദ്ദേഹം തന്നെയാണ് ശരിക്കും പാടിയിട്ടുള്ളത്, ആ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ വരാൻ കാരണക്കാരിയായത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ശശികല ടീച്ചറാണ് എന്നുള്ളത് ഈ ഒരു ടോപ്പിക്ക് തുടങ്ങി വെച്ചത് ഈ ശശികല ടീച്ചറാണ്. അദ്ദേഹം പറയുന്നുണ്ട്, കൊന്തയൊക്കെ ഇട്ട് ഞാൻ ക്ഷേത്രത്തിൽ പോയി കളമൊക്കെ എഴുതും, എന്നോട് കൊന്ത ആരും ഊരാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ. അങ്ങനത്തെ നാടാണ് ഞങ്ങളുടേത്. നിങ്ങളുടെ നാട് നല്ല നാടാണ് കേട്ടോ സനോജ്. രണ്ടാമത് പറഞ്ഞ വേറൊരു പോയിന്റ് കൂടിയുണ്ട്, അത് ശ്രദ്ധിക്കേണ്ടത്. നിറത്തിൻ്റെ ഒരു പ്രശ്നം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലെ പന്തളം ബാലൻ്റെ ഗാനമേള എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ആളുകൾ തിങ്ങി നിറഞ്ഞു പോയി കേൾക്കുന്ന ഒന്നാണ്. മോഹൻലാലിൻ്റെ ഒരു സിനിമയിലെ ഒരു ഇത് തന്നെയുണ്ട്, പടപീടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ അവിടെ പന്തളം പിന്നെ ബാലൻ്റെ എന്ന് തന്നെയാണോ പറയുന്നത് എനിക്കറിയില്ല, അവിടുത്തെ ഗാനമേള എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ് തന്നെ ഒരു പക്ഷേ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ പോപ്പുലറായ വ്യക്തി തന്നെയാണ് പന്തളം ബാലൻ. അദ്ദേഹം
പറഞ്ഞ പ്രതികരണത്തോട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണെന്നുള്ളതൊക്കെ അദ്ദേഹം ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുകയാണെങ്കിൽ അദ്ദേഹം പ്രതികരിക്കട്ടെ. അങ്ങനെ ഒരു കമൻറ്റും നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. കലാഭവൻ മണിയും AR റഹ്മാനും ഒക്കെ കറുത്തിട്ടല്ലേ, അവരെയൊക്കെ നാട്ടുകാർ, വേടനും ഒക്കെ കറുത്തിട്ടല്ലേ, അവരെയൊക്കെ നാട്ടുകാർ സ്വീകരിച്ചിട്ടില്ലേ? സ്വീകരിക്കുന്നവരെ അതുപോലെ തന്നെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വീകരിക്കുമെങ്കിൽ സ്വാഭാവികമായിട്ടും വിമർശിക്കപ്പെടുകയും ചെയ്യും. കാരണം നിങ്ങളൊരു പൊതു സ്പേസിലാണല്ലോ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഒരു പ്രതികരണം കൂടെ കണ്ടിട്ട് തിരികെ വരാം. പാടിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാൻ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരു മതത്തിൽ വിശ്വസിക്കുന്ന, പ്രത്യേകം വിശ്വസിക്കുന്നില്ല, ഒറ്റ ഇതിലങ്ങ് വിശ്വസിക്കുന്നവരല്ലേ. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. പള്ളിപ്പാട്ട് അമ്പലത്തിൽ പാടിയെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെല്ലാവരും ഒരുപോലെ മനുഷ്യവർഗമാണ്, അല്ലാതെ ഈ ഓരോ മതത്തിലായിട്ട് ഇതാക്കുന്നവരല്ല. അതായത് ഹിന്ദു ആണെന്നാ മുസ്ലിം ആണെന്നെങ്കിൽ പിന്നെ നമ്മൾ കൂട്ടുകൂടേണ്ട ആവശ്യമില്ലല്ലോ. ഹിന്ദു ആണ്, ഞാൻ ഹിന്ദു ആണെങ്കിൽ ഞാൻ ഹിന്ദുവിൻ്റെ കൂടെ കൂട്ടുകൂടിയാൽ പോലും എനിക്ക് മുസ്ലിമിൻ്റെ കൂടെ കൂട്ടുകൂടണ്ടല്ലോ. ഞാൻ ആ ഒരു മതത്തിൽ മാത്രം വിശ്വസിക്കുന്നു. അതാണ് ഒരു ന്യൂജൻ പ്രതികരണമാണ് ഇതുവരെ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അതെ, എല്ലാ മതവും ഒന്നാണ് എന്നുള്ളൊരു ഇതുണ്ട്. അതുപോലെ ഹിന്ദു ആണെങ്കിൽ ഞാൻ ഹിന്ദുക്കളോട് മാത്രം ഒരു പള്ളിയിലെ ഒരു പാട്ട് ഒരു അമ്പലത്തിൽ പാടി എന്ന് പറഞ്ഞ് വലിയ പ്രശ്നമൊന്നും ഈ നാട്ടിൽ നടക്കാനില്ലെന്നാണ് ഒരു ന്യൂജൻ്റെ പ്രതിനിധിയായിട്ടുള്ള ആ പെൺകുട്ടിക്ക് പറയാനുള്ളത്. പ്രേക്ഷകർ കേൾക്കുകയും ചെയ്തല്ലോ. എന്തായാലും നമുക്കിനിയും എഴുത്തുകാരനായിരിക്കുന്ന രജിൻ എസ് ഉണ്ണിത്താൻ, അദ്ദേഹവും ഞങ്ങൾക്ക് പ്രതികരണം അയച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണെന്ന് കേൾക്കാം. ഹിന്ദു ക്ഷേത്രങ്ങളിലായിക്കോട്ടെ, ക്രിസ്ത്യൻ ദേവാലയങ്ങളിലായിക്കോട്ടെ, അവിടുത്തെ ഭരണസമിതിക്ക് പ്രശ്നമില്ലെങ്കിൽ, അത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് പ്രശ്നമില്ലെങ്കിൽ, അത് പാടുന്നവർക്ക് പ്രശ്നമില്ലെങ്കിൽ, ഏത് ഭക്തിഗാനങ്ങളും എവിടെയും പാടുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത് പ്രത്യേകതര അജണ്ടയുടെ ഭാഗമായി നിൽക്കുന്നവരാണ്. അവർ ആ അജണ്ടയുമായി മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് അതൊന്നും ഈ പറയുന്ന ജനങ്ങൾ ഏറ്റെടുക്കത്തില്ല. സംഗീതത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്നവർ ആരും ഇത് ഏറ്റെടുക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ഈ പറയുന്ന നന്ദഗോവിന്ദം ഭജൻസ്, അവർ ആ പാട്ട് പാടുന്നതിന് മുമ്പ്, ആ ഭജന ആലപിക്കുന്നതിന് മുമ്പ് ആ നാട്ടിലെ മതമൈത്രിയെപ്പറ്റി, ആ നാട്ടിലെ സവിശേഷതയെപ്പറ്റി, അവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ ബന്ധങ്ങളെപ്പറ്റി, ക്ഷേത്രവും പള്ളിയുമായി തമ്മിലുള്ള ബന്ധങ്ങളെപ്പറ്റിയൊക്കെ വളരെ വിശദമായി തന്നെ മനോഹരമായി തന്നെ അവതരിപ്പിച്ചാണ് ആ പാട്ട് അവിടെ പാടിയത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് ഉൾക്കൊള്ളുവാനുള്ള മാനസികമായ വലിപ്പം പോലും ഈ വിവാദം ഉണ്ടാക്കുന്നവർക്കില്ല എന്നുള്ളതാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ടത്. ക്രിസ്ത്യൻ ദേവാലയങ്ങളിലെ ഗാനമേളക്കിടയ്ക്ക് അയ്യപ്പ ഭക്തിഗാനങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു ഭക്തിഗാനങ്ങളൊക്കെ ഈ പറയുന്ന ക്രിസ്ത്യൻ ദേവാലയങ്ങളിലെ ഗാനമേളക്കിടയിലൊക്കെ കേൾക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്ന നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അതെ, ആ ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്രയും അങ്ങ് ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ചയിലേക്കും പോകുന്നത്. കാരണം ആദ്യം അവർ തുടക്കത്തിൽ പറഞ്ഞത് ഈ അമ്പലത്തിലെ കമ്മിറ്റിക്ക് കുഴപ്പമില്ല, കേട്ടോണ്ടിരിക്കുന്ന ആളുകൾക്ക് കുഴപ്പമില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്, വിവാദമാക്കുന്നത് എന്നുള്ളതാണ് ആൾ ചോദിക്കുന്നത്. അതെ, ഈ രചനും പറയുന്നത് അത് തന്നെയാണ്. പാടുന്നവർക്കും നടത്തിപ്പുകാർക്കും ഒക്കെ കുഴപ്പമില്ലെങ്കിൽ എന്താണ് മറ്റുള്ളവർക്ക് പ്രശ്നം എന്നുള്ള കാര്യം. അതേസമയം ഈ പാട്ട് പാടാൻ വിളിക്കുന്ന ക്ഷേത്രത്തിലാകട്ടെ പള്ളിയിലാകട്ടെ അവരെ വിളിച്ചിരിക്കുന്ന ആളുകൾക്ക് പറയുകയാണ് ഇത്തരം പാട്ടുകൾ പാടരുത്, കാരണം ഇതൊരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയാണ്, അല്ല ഞങ്ങളുടെ ആളുകൾ മാത്രം പങ്കെടുക്കുന്ന പരിപാടിയാണ്, അതുകൊണ്ട് ആ പാട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞാൽ ഓക്കെ, അവർ പാടേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് അവർക്കും എത്താവുന്നതാണ്. ചിലപ്പോൾ ചില ട്രൂപ്പുകളൊക്കെ ചിലപ്പോൾ പറയും ഞങ്ങൾ ഇത്ര പാട്ട് പാടും, അതിൽ ഹിന്ദുക്കളുടെ പാട്ട് കാണും, ക്രിസ്ത്യാനികളുടെ പാട്ട് കാണും, മുസ്ലിങ്ങളുടെ പാട്ട് കാണും, വിപ്ലവ ഗാനങ്ങൾ കാണും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഈ സത്യത്തിൽ ഈ എനിക്ക് വളരെ രസകരമായി തോന്നുന്നു, വേടൻ ഇപ്പോൾ പണ്ടൊക്കെ പാട്ട് പാടുന്ന ഒരു പാട്ട് പാടിയിട്ടങ്ങ് പോവുകയാണ്. ഇപ്പോൾ അതേസമയം വേടനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ എന്ന് പറഞ്ഞാണ് നമ്മൾ ചിലപ്പോൾ ഹെഡ്ലൈൻസ് അടിക്കുന്നത്. അതുപോലെ അലോഷിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ, അല്ലെങ്കിൽ അലോഷി ഇന്ന ക്ഷേത്രത്തിൽ വിപ്ലവഗാനം ആലപിച്ചതുമായി ബന്ധപ്പെട്ട്, നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഹെഡ്സ് അടിക്കുന്ന, അല്ലെ ഹെഡ്സ് ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ പറയുമല്ലോ, ഹെഡ്സ് അടിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഷിഫ്റ്റ് കൂടെ വന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ എന്നുള്ളത് പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ ആ ടൈം ലൈൻ ഒന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. അടുത്ത ഒരു പ്രതികരണം കൂടെ കേൾക്കാം. ഇതേപോലെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലേക്ക് കൊടുത്ത് വിഷം ചെയ്യുന്ന കുറേ ആൾക്കാരുടെ ഒരു ഇതുണ്ട് പരിപാടി. അതൊന്നും ശരിയല്ല, ശരിയായ ഏർപ്പാടല്ല അത്. ഈ ക്ഷേത്രത്തിലെ ഭജൻസിൽ ഒരു പള്ളിപ്പാട്ട് പാടി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നമില്ല. അതാണ് മറ്റേ കുമ്പളങ്ങി ന്യൂസിൽ പറഞ്ഞ പോലെ യേശു നമുക്കറിയാത്ത ആളൊന്നുമില്ലല്ലോ. അത് തന്നെയാണ് അതിൻ്റെ മറുപടി, വേറെ ഒന്നുമില്ല. സംഗീതത്തിന് എന്ത് മതം? സംഗീതത്തിന് എന്ത് മതം, അത് തന്നെ, അത്രയല്ലേ ഉള്ളൂ. ചെറുപ്പക്കാരെങ്ങനെയാണ് കാണുന്നത്? അത്രയേ ഉള്ളൂ. അത് വേറെ ഇങ്ങനെ മറ്റേ എന്താണ് നമ്മുടെ പുള്ളിക്കാരൻ്റെ പേര് മറന്നല്ലോ,
ഗോപാൽജിയോ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ എന്തോ ഹിന്ദു MLA-കളുടെ ഇത് അതേപോലെ കുറേ വിഷയങ്ങൾ ഇങ്ങനെ ബി ഗോപാലകൃഷ്ണൻ. ബി ഗോപാലകൃഷ്ണൻ അതെ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ എന്താണ് വിഷം കുത്തിവെക്കുന്നതാണ്. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പള്ളിയിൽ നമുക്ക് ഹിന്ദു പാട്ട് പാടാം, ഗാനമേളയിൽ എന്തും പാടാം, ഒരു പ്രശ്നവുമില്ല. അതാണ് വീണ്ടും ഒരു യുവാക്കളുടെ ഒരു പ്രതികരണമാണ് ഈ പറഞ്ഞതുപോലെ. നമുക്കറിയാത്ത യേശു അതെ, യേശു നമുക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ. അത് ബൈറ്റ് പ്ലേ ചെയ്തപ്പോഴേ ഞങ്ങൾ ഇവിടെ നിന്ന് ചിരിച്ചു. അതുപോലെ തന്നെ അതെ, അങ്ങനെ ചിന്തിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ മാറും. യേശു നമുക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ മാതാവ് നമുക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ, കൃഷ്ണൻ നമുക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ. അതൊരു പാട്ട്, ആ പാട്ടിനെ ആ രീതിയിൽ ആസ്വദിക്കുക എന്നുള്ളത് തന്നെയുള്ളൂ. പക്ഷേ ഈ പറഞ്ഞതുപോലെ എവിടെ പാടി എന്നുള്ളതിലാണ് ഇവിടെ ഈ ഇത്രയും വലിയ വിവാദം ഉണ്ടായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിനുപോലും അവർ അതിനുള്ളൊരു എക്സ്പ്ലെയിൻ തന്നിട്ടാണ് അവരത് പാടുന്നത്. കാരണം ആ പരിപാടിക്ക് ഈ ഒരു പള്ളിക്കാരും കൂടി കുറച്ച് സ്ഥലം തന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടിയുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് പാടുന്നു എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് തന്നെയാണ് അവരത് പാടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ പഠിപ്പിച്ചത് അദ്ദേഹം പള്ളിയുടെ സ്കൂളിലാണ് പഠിച്ചതെന്നും അവിടുത്തെ ടീച്ചർമാരെയൊക്കെ അദ്ദേഹം എടുത്ത് അനുസ്മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇതുപോലെ നിങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകൾ നടത്തുന്ന സ്കൂളിലാണോ പഠിച്ചത്? ഞാനങ്ങനെ പഠിച്ച ആളല്ല. പലരും അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോൾ നിതയുടെ മകനെ നിത അങ്ങനെയല്ല പഠിച്ചത്. എനിക്ക് വ്യക്തിപരമായി നിതയെ അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. പിന്നെ നിതയുടെ മകൻ അങ്ങനെ ഒരു ഇതിലല്ല പഠിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല പഠിച്ചിട്ടുള്ളത്. ഞാനൊരു ആശ്രമം ഒരു ഹിന്ദു ആശ്രമവും ക്ഷേത്രമൊക്കെ ഉള്ള ഒരു സ്കൂളിൻ്റെ ഇതിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ പലരും പഠിച്ചത്. അപ്പോൾ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടും വീക്ഷണവും ഒക്കെ ആളുകൾക്ക് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഒരു പ്രതികരണം കൂടെ കേൾക്കാം. അത് അഭിഭാഷകനായ ഹരികൃഷ്ണൻ്റേതാണ്. പ്രതികരണത്തിലേക്ക്. മറ്റുള്ളവർക്കാണ് പാടിയവർക്കും പ്രശ്നമില്ല, അമ്പലത്തിലുള്ള ആളുകൾക്കും പ്രശ്നമില്ല. പുറത്തുനിന്നുള്ളൊരു ടീമിനാണ് പ്രശ്നം. ക്രിസ്ത്യാനിയായ ഒരു യേശുദാസ് എന്ന് പറഞ്ഞൊരു മഹാനായ കലാകാരൻ ഇവിടെ അയ്യപ്പനെ പാടി ഉറക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്രയോ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള എല്ലാ കാസറ്റ് കടയിലും പ്ലേ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ യേശുദാസിൻ്റെ ഗാനങ്ങളായിരിക്കും. അപ്പോൾ കലയ്ക്കെന്ന് പറയുന്നത് ഒരു ജാതിയോ മതമോ ഒന്നുമല്ല. കല എന്ന് പറയുന്നത് എല്ലാത്തിനും ജാതിക്കും മതത്തിനൊക്കെ അപ്പുറത്തുള്ളൊരു ആർട്ട് ഫോം എന്ന് പറഞ്ഞാൽ അത് അത്രയും പ്യൂറായിട്ടൊരു കാര്യമാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ മതവും ജാതി എന്ന് പറഞ്ഞാൽ ആ ഒരു ആർട്ട് ഫോമിനെ ഡൈല്യൂട്ട് ചെയ്ത് നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രോത്സാഹിക്കപ്പെടാൻ പാടുള്ള കാര്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തന്നെയാണ് നാട്ടുകാരിൽ ഭൂരിപക്ഷം പേർക്കും ഉള്ളത് എന്നുള്ളതും സന്തോഷകരമാണ്. അതേസമയം തന്നെ മറ്റ് ചിലരൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ആചാരപരമായ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ നടക്കുമ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടുന്നത് ഒരു പക്ഷേ അവിടെയുള്ള ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ പൊതുവായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഇപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോയിൽ കണ്ടു, ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലൊരു ഉത്സവം നടത്തുന്നത് ആചാരപരമായ ചില കാര്യങ്ങളുണ്ട്, വിശ്വാസപരമായ ചില പൂജകൾ മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു മൂഡുണ്ട്. എല്ലാവർക്കും വന്ന് പങ്കെടുക്കാൻ പറ്റുന്ന, നാട്ടിലുള്ള എല്ലാവരെയും ക്ഷണിക്കുന്ന, ഗാനമേള ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അവിടെയുള്ള കലാപരിപാടികളായിക്കൊള്ളട്ടെ, കെട്ടുകാഴ്ച ഒക്കെ ആയിക്കൊള്ളട്ടെ, അതിനൊക്കെ എല്ലാവരും പോകുമല്ലോ. അതുപോലെ തന്നെയാണ് പള്ളികളിലൊക്കെ പെരുന്നാളുകളോ അല്ലെങ്കിൽ ഉറൂസുകളോ അങ്ങനെയൊക്കെ ഉള്ള ചടങ്ങുകളൊക്കെ നടക്കും. പള്ളിയിൽ പെരുന്നാളാണെങ്കിൽ അതിൽ ചിലപ്പോൾ കുർബാന കാണും. അതിനൊക്കെ വിശ്വാസപരമായ ചില കാര്യങ്ങളാണ്, ധ്യാന പ്രസംഗങ്ങളൊക്കെ കാണും. പക്ഷേ അത് കഴിഞ്ഞ് ഇതിൻ്റെ അവസാനം ഈ പെരുന്നാളിന് റാസ എന്നൊക്കെ പറയുന്ന പരിപാടിയൊക്കെയാണ്. അതിനൊക്കെ എല്ലാവരും പോവുകയും ഈ മെഴുകുതിരി കത്തിച്ചുകൊണ്ടൊക്കെ വരുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് സ്വീകരണം കൊടുക്കുകയും ബാൻഡുമേളമൊക്കെ കാണാനെ കൊണ്ട് ജാതിമത ഭേദമന്യേ എല്ലാവരും പോവുകയൊക്കെ ചെയ്യാറുണ്ട്. വ്യക്തിപരമായി ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ പള്ളികളിലോ ക്ഷേത്രങ്ങളിലോ ഒക്കെ നടത്തുന്നത് വ്യക്തിപരമാണ് ഈ കമൻറ്റ് എന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. ഇവരൊക്കെ ഇങ്ങനെ ജാഥകളൊക്കെ നടത്തി റൂട്ടിലൂടെ പോകണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. കാരണം അത് സൃഷ്ടിക്കുന്ന ഗതാഗത കുരുക്കൊക്കെ വളരെ വളരെ വലുതാണ് എന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ സമയത്ത് എൻ്റെ വ്യക്തിപരമായ ഒരു കമൻ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. പക്ഷേ ഇവിടെയൊക്കെ നോക്കിയാൽ കാണാവുന്നത് പൊതുവേ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സൗഹൃദ അന്തരീക്ഷവും സഹിഷ്ണുതയും അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. ഒരു പ്രതികരണം കൂടെ കാണാം. ഗീത വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിക്ക് അത് ഒന്നാണെന്നേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ആരെ എന്ത് ഭജനം പാടിയാലും അത് ഒന്നിലേക്കാണ് പോകുന്നത്. അതിനകത്ത് ഹിന്ദു, ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം അങ്ങനെ ഒന്നില്ല. ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് ഗീതയിൽ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇതിന് വിവാദം? എനിക്കത്രേ പറയാനുള്ളൂ. ഇതിന് വിവാദം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് വിവാദം അങ്ങനെയാണോ കരുതണ്ടേ? അത് തീർച്ചയായിട്ടും പൊളിറ്റിക്കലായിട്ടോ വേറെ എന്തെങ്കിലുമായിട്ട് നിങ്ങൾ ചിന്തിച്ചോ. പക്ഷേ ഇതിനകത്ത് വിവാദം ഉണ്ടാക്കണമെങ്കിൽ വിവരമില്ലാത്തവനാണെന്നാണ് എൻ്റെ അഭിപ്രായം.
അതായത് ഭജൻസിൽ ഒരു പള്ളിപ്പാട്ട് പാടിയാലും പള്ളിയിൽ ഒരു ഗാനമേളയിൽ ഒരു ഹിന്ദു പാട്ട് പാടിയാലും എല്ലാം ഒരുപോലെ തന്നെയാണ്. ഒരുപോലെ തന്നെയാണ്. നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോൾ ഒന്നിലേക്കാണ് പോകുന്നതെന്നും അതിൽ നിന്നാണ് ഫലം കിട്ടുന്നതെന്നും ഗീത പറയാല്ലേ. പിന്നെ എന്തിന് വിവാദം? എൻ്റെ ചോദ്യം അതാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ എന്ത് നമ്മളെ ആരെ ഭജിച്ചാലും അത് ഒന്നിലേക്കാണ് വരുന്നതെന്നും അതിൽ നിന്നാണ് ഈ ഫലം കിട്ടുന്നതെന്നും ഗീത പറയുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു വിവാദം? അതാണ്, ഇങ്ങനെ ഒരു വിവാദത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഭഗവത്ഗീത അറിയുന്ന ആരും ഇങ്ങനത്തെ ഒരു വിവാദത്തിലേക്ക് ഇറങ്ങില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഭഗവത്ഗീതയിൽ നല്ല പരിജ്ഞാനമുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം പല ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ ശേഷമാണ് അങ്ങനെ പറയുന്നത്. എന്തായാലും നമുക്ക് കവിയും ഗാനരചയിതാവും മുൻ മാധ്യമപ്രവർത്തകനുമൊക്കെയായ BT അനിൽകുമാർ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. ശ്രീ BT അനിൽകുമാറിൻ്റെ പ്രതികരണം കൂടെ കേൾക്കാം. പൊതുവിടങ്ങളിൽ മാത്രമേ നമുക്ക് പലപ്പോഴും മതേതര മനുഷ്യരായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സത്യം മനസ്സിലാക്കണം. നമ്മുടെ വീടിനുള്ളിൽ നമുക്കൊരു സ്വകാര്യതയുണ്ട്. അവിടെ നമുക്ക് സ്വകാര്യമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ചെയ്യാൻ നമുക്ക് സാധിക്കും. അവിടേക്ക് ഒരു പുറമേ നിന്നുള്ള ഒരാൾ കടന്നു വരുമ്പോൾ ആ സ്വകാര്യത നഷ്ടപ്പെടും. പൊതുവിടങ്ങളിൽ അത്തരം പ്രശ്നങ്ങളില്ല. പൊതുവിടത്ത് ആർക്കും സ്വകാര്യതയില്ല. അവിടെ എല്ലാത്തരം മനുഷ്യരും, മതേതര മനുഷ്യനും മതമനുഷ്യനും മനുഷ്യരുമെല്ലാം ഇടകലർന്ന് ഇടപെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ അത്രത്തോളം നിഷ്കളങ്കമല്ലാത്ത ഈ സമൂഹത്തിൽ നിന്ന് പ്രതികരിക്കാൻ സാധിക്കുന്നത് ഓരോ മത ആരാധനാലയങ്ങളെയും ആരാധനാലയ പരിസരങ്ങളെയും അവർക്ക് മാത്രമായിട്ട് വിട്ടുകൊടുക്കുക. പൊതുവിടങ്ങളിൽ നമുക്ക് പല മതസ്വഭാവത്തിലുള്ള പല സാംസ്കാരിക സ്വഭാവമുള്ള ഏത് പരിപാടിയിലും പങ്കെടുക്കാനും അത് ആസ്വദിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. എന്ന് മനുഷ്യൻ വെറും മനുഷ്യനായിട്ട് മാറുന്നുവോ, എന്ന് മതമനുഷ്യനല്ലാതായിട്ട് മാറുന്നുവോ, അതിനുള്ള പരിശ്രമങ്ങളിലൂടെ നമ്മൾ അതിലേക്ക് എത്തിച്ചേരുന്നുവോ, അന്ന് മാത്രമേ എല്ലായിടങ്ങളും പൊതു ഇടങ്ങളായി മാറുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ വ്യക്തമാണ്. നമ്മുടെ സമൂഹം അത്ര നിഷ്കളങ്കമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് മതപരമായ സ്ഥലങ്ങളെ ആ മതങ്ങൾക്കങ്ങ് വിട്ടുകൊടുക്കും. മറ്റ് പൊതുസ്ഥലങ്ങളുണ്ടല്ലോ, ആ പൊതുസ്ഥലങ്ങളിൽ നിങ്ങൾ ഇടകലർന്നും നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിലൊക്കെ ജീവിക്കും. മതത്തിനെ അതിൻ്റെ വഴിക്കും മറ്റുള്ളതിനെ അതിൻ്റെ വഴിക്കും അങ്ങ് വിടൂ എന്ന് പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ ഈ നമ്മുടെ എസൻസ് ഗ്ലോബൽ അതിൻ്റെയൊക്കെ നേതാവായിരിക്കുന്ന രവിചന്ദ്രൻ അദ്ദേഹം എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, മതസ്ഥലങ്ങൾ കൂടുതൽ മതേതരമാകണമെന്ന്. അതായത് മതപരമായ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ ക്ഷേത്രങ്ങൾ, പള്ളികൾ, മോസ്കുകൾ, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കൂടുതൽ മതേതരമാകണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളെ കൂടെ ഉൾപ്പെടുത്തുന്ന രീതിയിൽ കുറച്ചുകൂടെ മതേതരമാകണം എന്നുള്ളതാണ്. ഇപ്പം മതേതര സ്ഥലങ്ങൾ മതരഹിതമാകണം എന്നൊക്കെ അദ്ദേഹം പറയാറുമുണ്ട്. അപ്പോൾ ശരിക്കും ഇതെല്ലാം രണ്ട് വിഭിന്നമായ അഭിപ്രായങ്ങളാണ്, വ്യക്തികളുടെ അഭിപ്രായങ്ങളാണ്. ആർക്കും അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ള നാടാണ് നമ്മുടേത്. പിന്നെ നമ്മൾ ഒരു അഭിപ്രായം പൊതുസമൂഹത്തിൽ പറയുമ്പോൾ അതിനെ വിമർശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കുമുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഈ നന്ദഗോവിന്ദം ഭജൻസ് അവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒന്ന് ബാലൻസ് ചെയ്തും ഒക്കെയുള്ള കമൻറ്റ് വരുന്നത്. എന്തായാലും ഈ നന്ദഗോവിന്ദം ഭജൻസ് ഇങ്ങനെ ഒരു പാട്ട് പാടിയത് കൊണ്ട് കുറച്ച് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്, ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ എനിക്കും തോന്നാറുണ്ട്. ഒന്ന് അമ്പലങ്ങളിൽ മാത്രമല്ല പള്ളികളിലും മറ്റ് മതങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിലുമൊക്കെ ഇതുപോലുള്ള മറ്റ് മതസ്ഥരുടെയും പാട്ടുകൾ പാടാറുണ്ട്. പിന്നെ അത് അങ്ങനെയല്ല, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ പാട്ടുകളൊന്നും പാടാറില്ല എന്നൊക്കെയുള്ള ആളുകൾക്ക് പൊതുവേ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ധാരണ കുറച്ചുകൂടെ ഒന്ന് വന്നിട്ടുണ്ട്. അതിലൊക്കെ ഏറ്റവും ഞാനിതിനകത്ത് രസകരമായി കാണുന്നത് ഈ പരദേവനഹോ നമുക്ക് എന്ന് പറയുന്ന പാട്ട് ക്രിസ്ത്യൻ പാട്ടാണെന്ന് വലിയൊരു വിഭാഗം ആളുകൾ അറിഞ്ഞിട്ടുണ്ടാകുക ഒരുപക്ഷെ ഈ വിവാദത്തിന് ശേഷമായിരിക്കും. നമ്മുടെ BJPയുടെ നേതാവൊക്കെ ആയിരിക്കുന്ന ഈ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ഒരു റീൽസിൽ ഈ പാട്ടാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ താഴെ ഒരു കമൻ്റ് ഉണ്ട്, ചേട്ടാ ഇത് ഒരു ക്രിസ്ത്യൻ പാട്ടാണ്, അടിപൊളി സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ പാട്ട് നിങ്ങളൊന്ന് ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മിക്കവാറും അതിൻ്റെ ആദ്യം കാണാൻ പോകുന്ന കമൻറ്റ് ഇതാണ്, ഇത് ക്രിസ്ത്യൻ പാട്ടാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ നിങ്ങളിവിടെ വന്നത് എന്നൊക്കെയുള്ള കമൻറ്റുകൾ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ വിഷയത്തിൽ നന്ദഗോവിന്ദം ഭജൻസിനൊപ്പവും എതിരെയും അല്ലെങ്കിൽ അവരെ ചെയ്തത് കുഴപ്പമില്ല എന്നും അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ടെന്നും ഗുരുതരമായ പ്രശ്നമാണെന്നും ഒക്കെ പറയുന്ന അഭിപ്രായങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വിവാദമൊക്കെ വന്നു എന്ന് വെച്ചാൽ ഇനിയുള്ള അവരുടെ അടുത്ത പ്രോഗ്രാമിന് ഈ പോകുന്ന ആളുകൾ ഇല്ലാതിരിക്കുമെന്ന് തോന്നുന്നില്ല. അവർക്ക് കുറച്ചുകൂടെ മാർക്കറ്റ് കൂടാനാണ് സാധ്യത എന്നാണ് ഈ
ഫേസ്ബുക്കിലൊക്കെ എഴുതുന്ന ഷാബു പ്രസാദ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവരൊരു പ്രൊഫഷണൽ ഗ്രൂപ്പാണ്. ഈ വിവാദമൊക്കെ അവരെ കൂടുതൽ മെച്ചപ്പെടുത്തത്തേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അല്ല, അവരിതോടുകൂടി തളർന്നു പോകുമെന്ന് പറയുന്നുണ്ട്. ആളുകൾ വരാതിരിക്കുമോ? അതെ അതെ, അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല. എന്തായാലും അവർ പാട്ടൊക്കെ പാടി നല്ലതുപോലെ ഭജനകളൊക്കെ നടത്തി ഭക്തരായ മനുഷ്യർക്ക് അവർക്ക് ഹൃദയത്തിന് സന്തോഷം നൽകുന്ന, ആശ്വാസം നൽകുന്ന പാട്ടുകളൊക്കെ ഇനിയും പാടാൻ പറ്റട്ടെ. മതേതരരായ മനുഷ്യർക്ക് വളരെ സ്വീകാര്യമായ പാട്ടുകൾ കൂടി പാടാനൊക്കെ അവർക്ക് സാധിക്കട്ടെ. സഹിഷ്ണുതയൊക്കെയുള്ള ഒരു നാടായി നമ്മുടെ നാട് ഇങ്ങനെ തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പബ്ലിക് പൾസ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.